ഹിജാബ് വിഷയത്തിൽ വിമർശനവുമായി സമസ്ത മുഖപത്രം. തട്ടം കാണുമ്പോൾ മറ നീക്കുന്ന വർഗീയതയെന്ന് സുപ്രഭാതം. ശിരോവസ്ത്രത്തെ പേടി സ്വപ്നമാക്കി ചിത്രീകരിക്കാനുള്ള ഹീനമായ ശ്രമം. ശിരോവസ്ത്രത്തിനായി വാദിച്ചവരെ വർഗീയവാദികളാക്കി. സ്കൂൾ മാനുവൽ ഭരണഘടനയ്ക്ക് മുകളിലാണെന്ന് വാദിക്കുന്നവർ വർഗീയവാദികളും രാജ്യവിരുദ്ധരുമാണെന്നും സമസ്ത മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട്. വി എസ് രഞ്ജിത്തുണ്ട്. വി എസ് രഞ്ജിത്ത്, നേരത്തെ ദീപിക ഒരു മുഖപ്രസംഗം എഴുതി, അതിന്റെ ഡാമേജ് ഇതുവരെ മാറിയില്ല. ഇപ്പോൾ സമസ്തയുടെ മുഖപത്രം കൂടി ഈ വിഷയത്തിൽ, ഹിജാബ് വിഷയത്തിൽ ലേഖനം എഴുതുകയാണ്. എന്താണ് മുഖപത്രത്തിൽ പറയുന്നത്, വി എസ് രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, തട്ടം കാണുമ്പോൾ മറനീക്കുന്ന വർഗീയത എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. വളരെ രൂക്ഷമായ വിമർശനം അതിലുണ്ട്. പക്ഷേ ആരുടെയെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തെയോ ഭരണകൂടത്തെയോ വിമർശിക്കുന്നില്ല. അതിൽ സ്കൂളിനെ മാത്രമാണ് പേരെടുത്ത് വിമർശിക്കുന്നത്. അതായത് സ്കൂൾ മാനുവൽ ഭരണഘടനയേക്കാൾ വലുതാണ് എന്ന് കരുതുന്നുവെങ്കിൽ അവർ വർഗീയവാദികൾ മാത്രമല്ല, രാജ്യവിരുദ്ധർ കൂടിയാണ്. കാരണം രാജ്യത്തിൻ്റെ ഭരണഘടന ശിരോവസ്ത്രം ധരിക്കാനുള്ള, മതവിശ്വാസം പുലർത്താനുള്ള അവകാശത്തെ മൗലിക അവകാശമായി സംരക്ഷിച്ചിട്ടുണ്ട്. അതിനേക്കാൾ മുകളിൽ സ്കൂൾ മാനുവലിനെ കാണുന്നവർ വർഗീയവാദികൾ മാത്രമല്ല, രാജ്യവിരുദ്ധർ കൂടിയാണ് എന്ന് പറയുന്നു. ഈ ശിരോവസ്ത്രത്തെ പേടി സ്വപ്നമാക്കാനും ശിരോവസ്ത്രത്തിനു വേണ്ടി വാദിക്കുന്നവരെ വർഗീയവാദികളുമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഹിജാബ് വിഷയത്തിൽ ലീഗോ സമസ്തയോ ഒന്നും ഈ വിഷയം വഷളാക്കാൻ വേണ്ടി പ്രതികരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ സമസ്ത ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുന്നത് ഈ തട്ടം ഇടുക അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുക എന്ന അവകാശത്തെ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ നിഷേധിക്കുന്ന ഒരു രീതി ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് ആ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്നു എന്ന രീതിയിലാണ്. ഓക്കെ, സമസ്തയുടെ മുഖപത്രത്തിലെ മുഖപ്രസംഗത്തെക്കുറിച്ചാണ് രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒന്നേ നമുക്ക് പറയാനുള്ളൂ, എല്ലാവരോടും നമ്മൾ ആദ്യം മുതൽ പറയുന്നു, നിങ്ങൾ വായനശാലകളിലേക്കും സ്കൂളുകളിലേക്കും കളിയിടങ്ങളിലേക്കും തൊഴിലിടങ്ങളിലേക്കും ദൈവത്തെ ഓർത്ത് ഈ ദൈവത്തെ കൊണ്ടുവരരുതേ എന്നുള്ളതാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. അവിടെ പണിയെടുക്കുന്ന മനുഷ്യർ, പഠിക്കുന്ന മനുഷ്യർ, പല ജാതി മനുഷ്യരാണ്, പല മതത്തിൽപ്പെട്ട മനുഷ്യരാണ്, മതമില്ലാത്തവരും അവിടെ പഠിക്കുന്നുണ്ട്. നിങ്ങൾ സ്കൂളിലേക്ക് വരരുതേ എന്ന് മാത്രം ഒരു പ്രാർത്ഥനയുള്ളൂ.